നമസ്കാരം ഗൾഫ് ടുനൈറ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi Life Easy. ഇറാനെതിരെ രൂക്ഷ വിമർശനവുമായി സൗദി അറേബ്യ. മറ്റു രാജ്യങ്ങളിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയ ചരിത്രമാണ് ഇറാനെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം. ഇറാന്റെ ഇടപെടലുകൾ വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങളും സൗദി പുറത്തുവിട്ടു. KC ജോസഫിന്റെ നേതൃത്വത്തിലുള്ള നോർക്ക പ്രതിനിധി സംഘം കുവൈറ്റിലെത്തി. വിദേശ രാജ്യങ്ങളിലേക്കുള്ള നഴ്സിംഗ് നിയമനം സർക്കാർ മുഖേനയാക്കുന്നത് സംബന്ധിച്ച് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവുമായി ചർച്ച നടത്തി. ദുബായ് മാരത്തണിന്റെ 16ാം പതിപ്പിന് നാളെ തുടക്കം. 30,000-ഓളം പേർ മാരത്തണിൽ പങ്കെടുക്കും. നാളെ രാവിലെ 6:30 മത്സരങ്ങൾ തുടങ്ങും. ദുബായിൽ ഗതാഗത നിയന്ത്രണം. ചന്ദ്രബോസ് വധക്കേസിൽ നിസാമിന് ജീവപര്യന്തവും 24 വർഷം അധിക തടവ് ശിക്ഷയും 71 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 50 ലക്ഷം ബോസിന്റെ ഭാര്യയ്ക്ക്. കള്ളസാക്ഷി പറഞ്ഞ നിസാമിന്റെ ഭാര്യയ്ക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. ശിക്ഷ പോരെന്ന് ബോസിന്റെ കുടുംബം. അപ്പീൽ നൽകുമെന്ന് സർക്കാർ. വിഖ്യാത നർത്തകി മൃണാലിനി സാരാഭായ് അന്തരിച്ചു. അന്ത്യം അഹമ്മദാബാദിലെ വസതിയിൽ. വിടവാങ്ങിയത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൽ തനതു വഴി തുറന്ന പ്രതിഭ. നിസാമിന് ജീവപര്യന്തം. ചന്ദ്രബോസ് വധക്കേസിൽ മുഹമ്മദ് നിസാമിന് ജീവപര്യന്തവും 24 വർഷം അധിക തടവും തൃശൂർ കോടതി വിധിച്ചു. നിസാമിന് 71,30,000 രൂപ പിഴയും കോടതി വിധിച്ചു. ഇതിൽ 50 ലക്ഷം ചന്ദ്രബോസിന്റെ ഭാര്യയ്ക്ക് നൽകണം. കള്ളസാക്ഷി പറഞ്ഞ നിസാമിന്റെ ഭാര്യയ്ക്കെതിരെ കേസെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 7 വകുപ്പുകളിലായാണ് ജീവപര്യന്തവും 24 വർഷം തടവും 71,30,000 രൂപ പിഴയും തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KP സുധീർ വിധിച്ചത്. കൊലക്കുറ്റം ചുമത്തിയ 302-ാം വകുപ്പിൽ ജീവപര്യന്തവും 70 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴയടച്ചില്ലെങ്കിൽ 5 വർഷം അധിക തടവ് അനുഭവിക്കണം. വധശിക്ഷയേക്കാൾ ഭയാനകമായ രീതിയിലുള്ള ഒരു ശിക്ഷയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കാരണം 24 വർഷം തുടർച്ചയായിട്ടുള്ള ഒരു തടവ്, അതിനുശേഷം പിന്നീട് ജീവപര്യത്തിന്റെ ഒരു അവധി ഒരു കാലം പ്രത്യേകിച്ച് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. 14 വർഷമൊന്നും 15 വർഷമൊന്നും ജീവിത അവസാന കാലം വരെ എന്നാണ്. നമുക്ക് 15 വർഷം എന്ന് എടുത്തു കഴിഞ്ഞാൽ പോലും 39 വർഷക്കാലം ഇയാൾ ജയിലിൽ കഴിയേണ്ടി വരും. ചന്ദ്രബോസിനെ കൈകൊണ്ട് ഇടിച്ചു പരിക്കേൽപ്പിച്ചതിന് 1 വർഷം കഠിന തടവ്. ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചതിന് 324-ാം വകുപ്പ് പ്രകാരം 3 വർഷം തടവ്. മാരക ആയുധം ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. സെക്യൂരിറ്റി ക്യാബിനിലേക്ക് അതിക്രമിച്ച് കയറിയതിന് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ചുമത്തി. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിലെ വിധി പ്രോസിക്യൂഷനും പോലീസിനും ഏറെ അഭിമാനിക്കാനാവുന്ന നേട്ടം തന്നെയാണ്. സാക്ഷിമൊഴി മാറ്റിപ്പറഞ്ഞതിന് നിസാമിന്റെ ഭാര്യ അമലിനെതിരെ കേസെടുക്കാനും കോടതി നിർദ്ദേശിച്ചു. നിസാമിന് വേണ്ടി തെറ്റായ മെഡിക്കൽ റിപ്പോർട്ട് നൽകിയ ഡോക്ടർമാരുടെ മൊഴി വിശ്വസനീയമല്ലെന്ന് കോടതി പറഞ്ഞു. ജീവപര്യന്തത്തിന് പുറമെ തടവ് ശിക്ഷ പ്രത്യേകം അനുഭവിക്കണം. ചന്ദ്രബോസിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നൽകാനും കോടതി നിർദ്ദേശിച്ചു. നഷ്ടപരിഹാരം നിസാമിന്റെ ആസ്തിയിൽ നിന്ന് സർക്കാർ ഈടാക്കി നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. പൂർണ്ണ തൃപ്തരല്ലെങ്കിലും ചന്ദ്രബോസിന്റെ കുടുംബത്തിന് ആശ്വാസം നൽകുന്നതാണ് കോടതി വിധി. പ്രസാദ് ഉടുമ്പിശ്ശേരിക്കും ക്യാമറാമാൻമാരായ ഷെഹിർ ഗുരുവായൂരിനും പ്രജിത് കോങ്ങാടിനുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ. ചന്ദ്രബോസ് കേസിലെ വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. സമൂഹത്തിന് ഭീഷണിയായ നിസാമിന് വധശിക്ഷ നൽകണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാൻ സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. കൂടുതൽ കടുത്ത ശിക്ഷ നൽകണമെന്ന് ബോസിന്റെ കുടുംബാംഗങ്ങളും ആവശ്യപ്പെട്ടു. ചന്ദ്രബോസ് വധക്കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാമെന്ന് പ്രോസിക്യൂഷന് നിയമോപദേശം ലഭിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസഫ് അലിയാണ് ഇക്കാര്യം ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ്. നിഷാം സമൂഹത്തിന് ഭീഷണിയായ കൊടും കുറ്റവാളിയും. ഈ സാഹചര്യത്തിൽ നിഷാമിന് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. DGPയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്. വളരെ ബോധപൂർവമായ ഒരു നരഹത്യയാണ്. ഇതിന് ഈ ശിക്ഷ പോരാ എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. അപ്പീൽ കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ സമീപനം. ഈ കാര്യത്തിൽ അപ്പീൽ പോകാനുള്ള നിയമ നടപടികൾ പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിധിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CP ഉദയഭാനു പറഞ്ഞു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ശിക്ഷാവിധിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ വിധിയുടെ അംശങ്ങൾ ബാക്കി കാര്യം ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ആലോചിച്ചതിന് ശേഷം പിന്നീട് പ്രതികരിക്കാം. നിഷാമിന് വധശിക്ഷ തന്നെ നൽകണമെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യയും അമ്മയും ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ജീവിതപര്യന്തം പോരാന്ന് എന്റെ വിചാരത്തിലേക്ക് അവനെ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ അവന്റെ കൈയും കാലും വെട്ടിയിട്ട് എന്റെ വേദന തന്ന് കിടന്ന മാതിരി അവൻ കിടക്കണം. വിദ്യ അവനെ തൂക്കിക്കൊല്ലണം. അതിന് പറ്റും എല്ലാവർക്കും കൂടിയിട്ട്. അതന്നെ ഞാൻ പ്രതികരിക്കണുള്ളൂ. വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് നിഷാമിന്റെ ബന്ധുക്കളും പറഞ്ഞു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അപ്പീലുകളിൽ ഹൈക്കോടതിയിലായിരിക്കും ഇനി തുടർവാദം നടക്കുക. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ.
ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ശ്രീ രാധാകൃഷ്ണൻ മച്ചിങ്ങൽ സാംസ്കാരിക പ്രവർത്തകൻ, ശ്രീ തോമസ് പണിക്കർ നിയമവിദഗ്ധൻ, ശ്രീ സുധീർ കുമ്മിൽ നവോദയ റിയാദിൽ നിന്നും എന്നിവരാണ് ഉള്ളത്. ആദ്യം ശ്രീ രാധാകൃഷ്ണൻ മച്ചിങ്ങൽ, ഒരുപക്ഷെ ഒരു കൊലക്കുറ്റത്തിന് നൽകാവുന്ന അല്ലെങ്കിൽ ഇതുവരെ നൽകിയിട്ടുള്ള ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന വിധി അല്ലെങ്കിൽ അത്രയും ഭയാനകമായ വിധി എന്നാണ് പ്രോസിക്യൂഷൻ പോലും പ്രതികരിച്ചത്. അത്തരത്തിൽ നീതി ലഭിച്ചോ ചന്ദ്രബോസിന്റെ കുടുംബത്തിന്? തീർച്ചയായിട്ടും ഇതിലിപ്പോ വിധി എന്ന് പറയുന്നത് വിധി ഏത് അറ്റത്തേക്ക് വരെ പോയാലും അവർക്ക് നഷ്ടമായത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഞാൻ ആദ്യമായിട്ട് കേരളത്തിലെ ജുഡീഷ്യറിയെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഒപ്പം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വാദിച്ച അഡ്വക്കേറ്റ് ഉദയഭാനു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് ഹൃത്തിക്, അഡ്വക്കേറ്റ് ടി.എസ്. രാജൻ, അഡ്വക്കേറ്റ് സലീൽ നാരായണൻ എന്നിവർക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. കാരണം ഇത്ര ഒരു ചെറിയ കാലയളവിൽ തന്നെ വളരെ പ്രമാദമായ ഒരു കേസിന് ഒരു വിധി ഉണ്ടാക്കി എന്നത് തന്നെ ഒരു വിജയമാണ്. അത് കേരളത്തിലെ ജുഡീഷ്യറിയുടെ വിജയമായിട്ട് തന്നെ ഞാൻ പറയും. ഒരു മൃഗയ ഹണ്ടിങ് എന്നാണ് ഇതിനെ പറയുന്നത്, പ്ലഷർ ഹണ്ടിങ്. ഇദ്ദേഹത്തെ കുറിച്ച് ഈ നിസാം എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ ഈ ഒരു കേസിലല്ല, ഇതിന് മുമ്പ് നടന്നിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ കേട്ടിരിക്കുന്നത് ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്യുന്നത് ഒരു ഹോബിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് ഇപ്പൊ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് ഇദ്ദേഹത്തിനെ നേരത്തെ അവര് പറഞ്ഞല്ലോ, കയ്യും കാലും വെട്ടിയാൽ തന്നെ അതായിരിക്കും സന്തോഷം. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ അങ്ങനെ തന്നെയായിരിക്കും വികാരം. അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ആർക്കും തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുവാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു വിധി ഇത്ര പെട്ടെന്ന് തന്നെ കേരളത്തിലെ ജുഡീഷ്യറിക്ക് കൊണ്ടുവരാൻ പ്രഖ്യാപിക്കുവാൻ സാധിച്ചതിൽ ഞാൻ ജുഡീഷ്യറിയെ അഭിനന്ദിക്കുന്നു. ഇതേ കേസ് തന്നെ കർണാടകത്തിലേക്ക് കൊണ്ടുപോകുവാൻ സുപ്രീം കോർട്ടില് അപ്പീൽ കൊടുത്തതാണ് നിസാമെല്ലാം. കർണാടകത്തില് നമ്മൾ കേട്ടതാണ്, ഒരു കൈക്കൂലി വാങ്ങിയ ഒരു ജഡ്ജ് ഒരു റെഡ്ഡി കേസില് 15 കോടി അങ്ങോട്ട് മേടിച്ച വ്യക്തി കൈക്കൂലി മേടിച്ച് ആത്മഹത്യ ചെയ്ത ചരിത്രമല്ല. അപ്പൊ അങ്ങനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ഒരു കേസിനെ കേരളത്തിൽ എത്ര കാശുകാരനായാലും എന്തൊക്കെ കയ്യിലുണ്ടെങ്കിലും വിധി ലഭിക്കേണ്ടവന് വിധി തന്നെ ലഭിച്ചിരിക്കും എന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ഞാൻ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ഉദയഭാനു, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഹൃത്തിക് എന്റെ സുഹൃത്ത്, പ്രിയപ്പെട്ട ടി.എസ്. രാജൻ, പ്രിയപ്പെട്ട സലീൽ നാരായണൻ, കാരണം വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്നവരാണ് ഈ വക്കീലന്മാരെല്ലാവരും. ഞാൻ ഡിസംബറിൽ നാട്ടിൽ പോയപ്പോൾ ഇവരെ കാണാൻ ശ്രമിച്ചതും ഇവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഈ കേസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നേരിട്ട് കാണുവാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായിരുന്നു. ഞാൻ അന്ന് അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നിരുന്നു. ഇന്ന് ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. തീർച്ചയായും. ശ്രീ സുധീർ കുമ്മിൽ, വിധി ഇനിയിപ്പോൾ എന്ത് തന്നെയായാലും ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ല, അതൊരു വസ്തുതയാണ്. എങ്കിൽ കൂടി വധശിക്ഷയേക്കാൾ ഭയാനകമായ വിധി എന്നാണ് പ്രോസിക്യൂഷൻ തന്നെ ഇതിനെ വിശേഷിപ്പിച്ചത്. അത്തരത്തിൽ നോക്കിയാൽ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ കേരളം പ്രതീക്ഷിച്ച ഒരു വിധി അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടി ഈ കേസിൽ ഉണ്ടായോ? ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നീതി കിട്ടിയോ? തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ ഈ വധശിക്ഷയോട് യോജിപ്പുള്ള ഒരാളല്ല. ഞാൻ വധശിക്ഷയാണ് ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ള വിശ്വാസമൊന്നും എനിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ പ്രോസിക്യൂഷനിലെ ചീഫ് അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ, ശ്രീ സി ഉദയഭാനു പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ ജീവപര്യന്തം ശിക്ഷയാണ് എവരും പ്രതീക്ഷിക്കുക. പക്ഷെ ഇത് അതിനപ്പുറം 39 വയസ്സുള്ള നിസാമിന് 39 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നു. അതൊരു കൗതുകരമായ ഒരു ഫിഗർ കൂടിയാണത്. തീർച്ചയായും 24 വർഷം അധിക തടവും പിന്നെ 14-15 വർഷം നീണ്ടു നിൽക്കുന്ന സാധാരണഗതിയിലുള്ള ജീവപര്യന്തം തടവുമാണ് അതിന് ലഭിച്ചിട്ടുള്ളത്. അത് ഇത്തരമൊരു കൊലപാതക കുറ്റത്തിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ തന്നെയാണ്. ഇനി കുടുംബം തീർച്ചയായും വൈകാരികമായ ഒരു അഭിപ്രായമാണ് അവർ പറയുക. അവർക്ക് അമ്മയ്ക്ക് മകനായാലും ഭാര്യയ്ക്ക് ഭർത്താവായാലും നഷ്ടം നികത്തി കൊടുക്കാനാവുന്നതല്ല. അതുകൊണ്ട് വൈകാരികമായ ഒരു ഡിമാൻഡാണ് അവർ വെക്കുന്നത്. പ്രതിക്ക് വധശിക്ഷ ലഭിക്കണോ അല്ലെങ്കിൽ അംഗച്ഛേദം നടത്തണം എന്നാവശ്യപ്പെടുന്നത്. അത് ഉപരികോടതി മേൽക്കോടതിയിലേക്ക് പോയാലും ഇതിലും വലിയ ശിക്ഷ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എങ്കിൽ പോലും ഈ കേസ് മേൽക്കോടതിയിലേക്ക് ഇരുവിഭാഗവും, പ്രോസിക്യൂഷൻ വിഭാഗവും പ്രതി വിഭാഗവും മേൽക്കോടതിയിലേക്ക് അപ്പീലുമായി പോകാനാണ് സാധ്യത. എന്നാലും ഈ കേസിന്റെ വിധി ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച, കേരള പൊതുസമൂഹത്തെ ആകെ വേദനിപ്പിച്ച അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിന് നൽകിയ ഏറ്റവും സ്വാഗതാർഹമായ വിധി തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. മറ്റൊന്ന്,
നമ്മുടെ ജുഡീഷ്യറിക്കെതിരെ ഒരു ആക്ഷേപം നിലനിൽക്കുന്നത് എപ്പോഴും പ്രോ റിച്ച് ആണ്, സമ്പന്നർക്ക് അനുകൂലമായാണ് എപ്പോഴും കോടതികൾ നിലപാടെടുക്കുക എന്നൊരു ആക്ഷേപം പലപ്പോഴും ജുഡീഷ്യറിക്കെതിരെ ആക്ടിവിസ്റ്റുകൾ ഉയർത്തി പറയാറുണ്ട്. ഏറ്റവും അടുത്ത് സൽമാൻ ഖാനെ പോലും കേസിൽ നിന്ന് വിട്ടയച്ചതൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ ഒരു പരിതസ്ഥിതിയിൽ വളരെ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചൊരു വ്യക്തി ഹമ്മർ ഉപയോഗിച്ചിട്ടാണ്, വളരെ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഹമ്മർ എന്ന SUV വെഹിക്കിൾ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന രൂപത്തിൽ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ 2015 ജനുവരി 29 ഈ ശോഭ സിറ്റി ടവറിന്റെ അവരുടെ ബിൽഡിങ്ങിന്റെ അടിയിൽ അവരുടെ ഗാർഡായിരുന്ന സെക്യൂരിറ്റി ഗാർഡായിരുന്ന മനുഷ്യനെ ഹമ്മർ കൊണ്ട് ഇടിക്കുകയും പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആയുധം ഉപയോഗിച്ചും കൈ കൊണ്ടും അയാളെ ക്രൂരമായി മർദ്ദിക്കുകയും അവിടെ വലിച്ചിഴയ്ക്കുകയും ഒക്കെ ചെയ്താണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. പിന്നും 19 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ആണ് ഫെബ്രുവരി 16 അദ്ദേഹം തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നതായിട്ടാണ് വാർത്ത. അപ്പൊ അത്തരം നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തിയൊരു കേസിന് വളരെ ലക്ഷറീസ് ആയ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ജുഡീഷ്യറിയോ നമ്മുടെ നിയമവ്യവസ്ഥയോ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെന്നും അതിനെയൊക്കെ കവഞ്ഞു വെച്ചുകൊണ്ട് ഒരു സാധാരണ മനുഷ്യന് വളരെ നീതി അല്ലെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്ത പ്രതിക്ക് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളത് തികച്ചും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും വരാൻ താങ്കളിക്ക്. ഇപ്പോൾ ബഷീർ എന്നൊരു പ്രേക്ഷകനുണ്ട്. ബഷീർ സംസാരിച്ചോളൂ. ഹലോ, പറയൂ ബഷീർ. അവനിക്ക് ശിക്ഷ പോരാന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവനെ തൂക്കിക്കൊല്ലണം. അതാണ് ഖത്തറിൽ നിന്ന് ബഷീർ പ്രതികരിച്ചത്. ശ്രീ തോമസ് പണിക്കർ, പരമാവധി ശിക്ഷ അല്ലെങ്കിൽ വധശിക്ഷയേക്കാൾ ഭയാനകം എന്ന് ഈ വിധിയെ വിശേഷിപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം, കേരളത്തെ ആകെ വേദനിപ്പിച്ച അത്ര ഭീകരമായ ഒരു കൊലപാതകം കേരളം കാത്തിരുന്ന വിധി കൂടിയാണ്. അത്തരത്തിൽ ഒരു വലിയ തരത്തിലുള്ള വിധി തന്നെ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ മേൽക്കോടതികളിൽ അപ്പീലിന് പോകും, തുടർവാദങ്ങളെല്ലാം നടക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കേരളം ഒട്ടും പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്, ശിക്ഷ ഒട്ടും കുറഞ്ഞു പോകരുത് എന്ന്. നിയമപരമായി ഇനി എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായും പ്രതിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തിന് അപ്പീൽ പോകാനുള്ള അവകാശമുണ്ട്. തീർച്ചയായും അപ്പീൽ പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അപ്പീൽ പോയാലും ഒരു സിംഗിൾ അക്യൂസ്ഡ് കേസ് എന്നുള്ള നിലയിൽ ട്രയൽ കോടതിയിൽ കുറ്റമറ്റ രീതിയിൽ ട്രയൽ നടക്കുകയും ഇദ്ദേഹം കുറ്റം ചെയ്തു എന്ന് ഈ 9 കൗണ്ടുകളിലും 9 അക്യൂസ്ഡ് വ്യവസ്ഥകളിലും കുറ്റം ചെയ്തു എന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടതുമായ ഈ കേസിൽ അപ്പീൽ പോയാൽ തന്നെയും അദ്ദേഹത്തിന് യാതൊരു ഇളവുകളും ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ പറയൂ തോമസ് പണിക്കർ, കേൾക്കാം. കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും ഒരു ജഡ്ജിന്റെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള നിലയിൽ ചിലപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് തന്നെ 24 എന്നുള്ളത് ചിലപ്പോൾ 30 പോകാം. എന്നാൽ അത് ചിലപ്പോൾ 15 18 അങ്ങനെയുള്ള കുറവുകൾ സംഭവിച്ചുവെന്നല്ലാതെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ തീർച്ചയായും നിസാമിന് യാതൊരു സാധ്യതയുമില്ല. ഇത് ഈ കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെയും അതുപോലെ തന്നെ ഭരണ നേതൃത്വത്തിന്റെയും ഒരു എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. കുറ്റമറ്റ രീതിയിൽ ഈ കേസ് വളരെ ഇത്ര പണാധിപത്യമുള്ള ഒരു മനുഷ്യനെതിരെ തന്നെ ഗവൺമെന്റിനും മെഷീനറിക്കും പ്രവർത്തിക്കാൻ സാധിച്ചു. അത് വളരെ കുറ്റമറ്റ രീതിയിൽ കോടതിയിൽ വളരെ പെട്ടെന്ന് തന്നെ 1 വർഷത്തെ കാലാവധി കൊണ്ട് തന്നെ പൂർത്തിയാക്കാനും ശിക്ഷിക്കാനും സാധിച്ചു എന്നുള്ളത് വളരെ വളരെ അഭിനന്ദനീയമായ കാര്യം തന്നെയാണ്. ഈ ഗവൺമെന്റിനും അത് തീർച്ചയായും വരാൻ താങ്കളിക്ക്. ഇപ്പോൾ ബഹ്റൈൻ സുരേഷ് പട്ടാമ്പി എന്നൊരു പ്രേക്ഷകനുണ്ട്. സുരേഷ് പട്ടാമ്പി സംസാരിച്ചോളൂ. ഇത് ജുഡീഷ്യറി നിയമപരമായിട്ട് മാനുഷിക പരിഗണന കൊടുത്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പണിക്കർ പറഞ്ഞതുപോലെ ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് നല്ലൊരു കാര്യമല്ല. മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് ഒരു വ്യക്തിയെ ഹത്യ ചെയ്ത് എങ്ങനെയാണ് ഹമ്മർ ഉപയോഗിച്ച്, അതും ഏറ്റവും വലിയ വണ്ടി ഉപയോഗിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ മില്യന്റെ ഒരു എന്താ പറയാ, അത്രയും ഒരു ഇതാണ് അദ്ദേഹം.
ഇത് ജുഡീഷ്യറി നല്ലൊരു ഇനി മേൽക്കോടതിയിൽ പോയാലും ഇതൊരു മാനുഷിക പരിഗണിച്ചിട്ട് ഇനി പാവപ്പെട്ട ജനങ്ങളാണെങ്കിലും വലിയ പണക്കാരനാണെങ്കിൽ പോലും അവനെ ഒരേ തട്ടിൽ കണ്ടുകൊണ്ട് ശിക്ഷ ഒന്നായിരിക്കണം. ഈ ശിക്ഷ നല്ല വിധി തന്നെയാണ്. ഇനി ഒരു സുരേഷ് പട്ടാമ്പി ഇപ്പോൾ ബഹറിൽ നിന്നും ശ്രീ രാധാകൃഷ്ണൻ മച്ചിങ്ങൽ പറഞ്ഞ പോലെ പൊതുവെ സമ്പന്നർക്ക് ഒരു ആനുകൂല്യം ലഭിക്കുന്ന തരത്തിൽ ചില ഘട്ടങ്ങളിലെങ്കിലും അത്തരത്തിൽ വിധികൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം പൊതുജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിസാമിനെ സംബന്ധിച്ചിടത്തോളം നിസാമിന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എടുത്തു നോക്കിയാൽ അങ്ങനെ സംശയിക്കുകയും ചെയ്തിരുന്നു, ഏതെങ്കിലും തരത്തിൽ ശിക്ഷ കുറഞ്ഞു പോകുമോ എന്നെല്ലാം ഒരു ഭയവും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ലാതെ ജുഡീഷ്യറിയിലുള്ള ഒരു വിശ്വാസം ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിധി കൂടിയായി ഇതിനെ കാണേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടല്ലേ കേരളത്തിലെ ജുഡീഷ്യറിയെ ആദ്യം തന്നെ അഭിനന്ദനം അറിയിച്ചത്. ഇവിടെ സുധീർ സംസാരിച്ചപ്പോ സുധീർ സൂചിപ്പിച്ചല്ലോ, പ്രോ റിച്ച് എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. അതുപോലെ തന്നെ പണക്കാരന് എന്തും സാധ്യമാകും എന്നുള്ളൊരു സ്ഥലത്താണ് കേരളത്തിലെ ജുഡീഷ്യറി ഇത്തരത്തിലുള്ളൊരു വിധി പ്രഖ്യാപിച്ചുകൊണ്ട് പണമല്ല ഇവിടുത്തെ പ്രശ്നം, ഇവിടെ നീതി ന്യായവും ആണ് നടപ്പിലാക്കേണ്ടത് എന്നൊരു വിധി കേരളത്തിലെ ജുഡീഷ്യറി ശ്രീ സുധീർ അവർകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് മേൽക്കോടതിയിൽ പോകുക, അതെല്ലാം കോടതി. എനിക്ക് അറിയില്ല, തോമസ് പണിക്കനെ പോലെ ഞാൻ ഒരു നിയമവിദഗ്ധനൊന്നുമല്ല, അദ്ദേഹത്തിന് അറിയാം അതിന്റെ ചാനൽ എങ്ങനെയായിരിക്കും എന്നതെല്ലാം അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഞാൻ ഒന്നുകൂടി പറയട്ടെ, കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇപ്പൊ ശോഭ സിറ്റി, ഞാനപ്പോ അവിടെ ആ ശോഭ സിറ്റിയെ കുറിച്ചല്ല പറയുന്നത്, കേരളത്തിൽ ഇത്തരത്തിൽ പല വിധത്തിലുള്ള സിറ്റികൾ, പല വിധത്തിലുള്ള സ്ഥലങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെയെല്ലാം താമസിക്കുന്നവർ അല്ലെങ്കിൽ അവിടെയെല്ലാം വീടുകൾ എല്ലാം എടുത്ത് താമസിക്കാൻ പോകുന്നവർ കാശുണ്ട് എന്ന് വിചാരിച്ച് അവിടെ മേടിച്ച് താമസിക്കാൻ വരുന്നവരുടെ സ്വഭാവം പോലും അളക്കേണ്ടുന്ന ഒരു സൂചനയാണ് ഈ ഒരു ഇഷ്യൂ, ഈ ഒരു ഇൻസ്റ്റൻസ് സൂചിപ്പിക്കുന്നത് എന്നുകൂടി ഞാനിവിടെ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ. തീർച്ചയായും. ഇപ്പോൾ പുരുഷോത്തമൻ അബുദാബി എന്ന പ്രേക്ഷകൻ. പുരുഷോത്തമൻ സംസാരിച്ചോളൂ. സാറേ പറയൂ, പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ, ഇത് ഏറ്റവും നല്ലൊരു വിധിയാണത്. ഇനി ഇതിന് മേലില് നമ്മുടെ ഗവൺമെന്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് വിശ്വാസം നമുക്കറിയാമല്ലോ, എന്തായാലും ഗവൺമെന്റ് വിശ്വാസം അവര് ജുഡീഷ്യലും ഇതിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവര് രക്ഷിക്കാനാണോ എന്നുള്ളൊരു സംശയം കൂടി നമുക്കുണ്ട്. പുരുഷോത്തമൻ അബുദാബിയിൽ നിന്നും പ്രതികരിച്ചത്. ശ്രീ തോമസ് പണിക്കർ, നിഷാമിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ബോധപൂർവമായ ഒരു നരഹത്യയാണ്, അല്ലെങ്കിൽ അതൊരു ക്രൂരമായ വിനോദമാണ് നിഷാമിന്. അത്തരത്തിലാണ് ഈ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഈ ഒരു സംഭവം പരിശോധിച്ച് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു ശിക്ഷ പോരാ, സർക്കാർ അപ്പീലിന് ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും അത്തരത്തിൽ ഈ ശിക്ഷാ കാലാവധി അല്ലെങ്കിൽ ശിക്ഷ കൂട്ടിക്കിട്ടാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ സർക്കാർ കൂടുതൽ ശിക്ഷ വേണമെന്ന തരത്തിലാണല്ലോ അപ്പീൽ നൽകുക? തീർച്ചയായും ഇത് ജഡ്ജസിന്റെ ഓരോ ഇൻഡിവിജ്വൽ ജഡ്ജസിന്റെയും മെന്റാലിറ്റി അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ഇതിനെ വ്യക്തമായി റെയറസ്റ്റ് ഓഫ് ദ റെയറായും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്നുള്ള ക്ലാസ്സിൽ പെടുത്തി നമ്മളുടെ ഒരു രാജ്യത്ത് ഈ തൂക്കിക്കൊല്ലുക എന്നുള്ള ഒരു നിയമവ്യവസ്ഥ, ആ ശിക്ഷാവിധി വളരെ റെയറായിട്ട് മാത്രം നൽകപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ ജഡ്ജിനെ ആ ഒരു ഫാക്ടർ സ്വാധീനിച്ചിരിക്കാം. ഇതിനകത്ത് അനുവദനീയമായ മാക്സിമം ശിക്ഷ പുള്ളി നൽകി. എന്നാൽ വേറൊരു ജഡ്ജസിന്റെ തീരുമാനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഇത് കൊലപാതക കുറ്റം റെയറസ്റ്റ് ഓഫ് ദ റെയറായി കരുതി കൊലപാതകം തൂക്കിക്കൊല്ലാനുള്ള വിധി പ്രസ്താവിക്കാനും സാധ്യതയുള്ള ഒരു കേസായി ഇതിനെ വ്യാഖ്യാനിക്കുന്നതിനും ഇൻഡിവിജ്വൽ ലെവലിൽ ഓരോ ജഡ്ജസിന്റെ മെന്റാലിറ്റി അനുസരിച്ച് തീരുമാനമനുസരിച്ച് മാറ്റപ്പെടാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ പൊതുവിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യയില് ഈ തൂക്കിക്കൊല്ലുക എന്നുള്ള ഒരു വളരെ വളരെ നെഗ്ലിജിബിളായ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൽ മാത്രം നൽകപ്പെടുന്ന കാര്യമായതിനാൽ 39 years ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് ശിക്ഷയായി ഇതുവരെ ഉണ്ടായിരുന്നത് 20 വർഷമാണ്. റെക്കോർഡ് ശിക്ഷയായ 39 years റിഗറസ് ഇംപ്രിസൺമെന്റ് ഇദ്ദേഹത്തിന് നൽകി എന്നുള്ളത് തന്നെ അഭിനന്ദനീയമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ജനവികാരം ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയും അത്രമാത്രം ക്രൂരമായി ഈ കൊലപാതകം നടത്തി എന്നുള്ളതും വെച്ച് ഇദ്ദേഹത്തിന് കൊലശിക്ഷ
കൊലക്കയർ തന്നെ നൽകണം എന്നുള്ള ഒരു പൊതുജന വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് അപ്പീൽ പോകുന്നത്. അത് ഹൈക്കോടതിയിൽ ജഡ്ജസ് തീരുമാനിക്കും. ജഡ്ജസിന്റെ തീരുമാനമനുസരിച്ച് ട്രയൽ കോർട്ടിൽ നടന്ന എല്ലാ കുറ്റമറ്റ തെളിവുകളും ഇതിനെയും ബേസ് ചെയ്ത് ഹൈക്കോടതിക്ക് അത് തീരുമാനിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് എനിക്കിപ്പോഴൊന്നും പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും വ്യക്തമാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ റാഫി എന്ന പ്രേക്ഷകൻ ദമാമിൽ നിന്നും. റാഫി സംസാരിച്ചോളൂ. ഹലോ, പറയൂ റാഫി. അതായത് നിസാമിന് കിട്ടിയിട്ടുള്ള ഈ ഒരു വിധി, അദ്ദേഹത്തിന് ജീവപര്യന്തവും അധിക ശിക്ഷയും ഇതൊക്കെ കിട്ടിയിട്ടുള്ള വളരെ പ്രശംസനീയമാണ്. അതുപോലെ തന്നെ അവനെ അങ്ങനെ ഇത്തരത്തിൽ വിടാതെ തൂക്കിക്കൊല്ലണം എന്നാണ് എന്റെ അഭിപ്രായം. അതുമാത്രമല്ല, ഇതുപോലെയുള്ള കുറ്റക്കാരായ ഇപ്പോ ഗോവിന്ദചാമി എന്ന് പറഞ്ഞിട്ട് ഒരു സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരെ ക്രൂരമായി, നിഷ്ഠൂരമായി, വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയ ഗോവിന്ദചാമി, ഇവരെ ആളുകളെ എന്തിനാണ് ഇങ്ങനെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തുന്നതിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവും. തീർച്ചയായിട്ടും റാഫി ദമാമിൽ നിന്നും പ്രതികരിച്ചത്. ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് സന്തോഷ് എന്ന പ്രേക്ഷകനുണ്ട്. സന്തോഷ് സംസാരിച്ചോളൂ. ഓക്കെ, ആദ്യം തന്നെ ഇന്ത്യൻ ജുഡീഷ്യറി ജഡ്ജിനെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. എന്നും ഇതുപോലെ ഇപ്പൊ നാട്ടിൽ ഇതുപോലെ ആൾക്കാരുകളെ കാണിക്കുന്ന വലിയ കാശുള്ള ആൾക്കാർക്ക് പാവപ്പെട്ട രീതിയിലുള്ള ഒരു കുതിരകട്ടം മറക്കുകയെന്നുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അതെ, സന്തോഷ് കുവൈറ്റിൽ നിന്നും പ്രതികരിച്ചത്. ശ്രീ സുധീർ കുമ്മിൽ, ഈ കേസ് അട്ടിമറിക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കം നടന്നു എന്ന ആരോപണം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആദ്യം തന്നെ നിർണായക തെളിവായ ഈ രക്തം പുരണ്ട വസ്ത്രം നശിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയത്, മരണമൊഴി പോലീസ് രേഖപ്പെടുത്തിയില്ല തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസിന്റെ മുകളിൽ ഒരു സംശയമുന വന്നിരുന്നു. അത് ഈ വിധിയോടെ മാറിയെന്ന് പറയാമോ? ഇല്ല, പോലീസ് ഇത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഈ കേസിൽ ചില ഇടപെടലുകൾ ഭരണകൂടത്തിൽ നിന്നാവണം, അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിൽ നിന്നാവാം, പ്രതിക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ഒന്ന്, 19 ദിവസം, അതായത് ഈ ആക്ട് നടന്ന, ഈ കുറ്റകൃത്യം നടന്ന ജനുവരി 29 തൊട്ട് ചന്ദ്രബോസ് മരണപ്പെടുന്ന ഫെബ്രുവരി 16 വരെ 19 ദിവസം അമല ഹോസ്പിറ്റലിൽ കിടന്നിട്ടും പോലീസ് ഈ ഇരയായ വ്യക്തിയുടെ മൊഴിയെടുക്കാൻ തയ്യാറായില്ല. മരണമൊഴി വളരെ വിലപ്പെട്ടതാണ് കേസിൽ, അത് എടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടത്, പിന്നീട് ജയിലിലും മറ്റും എല്ലാ സുഖ സൗകര്യങ്ങളും, മൊബൈൽ അടക്കം പ്രതി നിസാമിന് ലഭിച്ചിട്ടുള്ളത്. പിന്നെ ജേക്കബ് ജോബ് എന്ന പോലീസുകാരൻ സ്വകാര്യ രഹസ്യ സംഭാഷണം പ്രതിയുമായി നടത്തിയത്, ഇങ്ങനെയുള്ള നിരവധി കേസുകൾ. അതിൽ എല്ലാത്തിനും പുറമെ ഇതിനു മുമ്പ് തന്നെ പ്രതി ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ 16 ക്രിമിനൽ കേസുകൾ മുമ്പുണ്ടായിരുന്നു എന്നാണ് പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിലൊന്നിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അടക്കം അവമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്തൊരു കേസുണ്ട്. പ്രായപൂർത്തിയാവാതെ കുട്ടിയെ കൊണ്ട് വാഹനം ഓടിപ്പിച്ചിട്ട് ആ ചിത്രം സോഷ്യൽ സൈറ്റുകളിൽ പ്രചരിപ്പിച്ചതിന്റെ കേസടക്കമുണ്ട്. ഈ കേസുകളിലൊന്നും അയാൾ ശിക്ഷിക്കപ്പെടാതെ പോയത് ഈ ഭരണ സംവിധാനത്തിലോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥ തലത്തിലോ ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടാവാം. പക്ഷെ ഈ കേസിൽ വല്ലാത്തൊരു പബ്ലിക് അവയർനെസ്, ജനങ്ങൾ ഈ കേസിൽ വല്ലാത്തൊരു ഇടപെടൽ നടത്തുന്നുണ്ടായി. സോഷ്യൽ സൈറ്റുകളിലൂടെയും മറ്റും മാധ്യമങ്ങൾ വഴിയും മറ്റുമൊക്കെ. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ മീഡിയക്ക് തന്നെയാണ്. മാധ്യമങ്ങൾ ഈ കേസ് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഇത് അത്യന്തം നിന്ദ്യവും ക്രൂരവുമായ ഒരു കൊലപാതകമാണെന്നും പ്രതി ശിക്ഷിക്കപ്പെടണമെന്നും കണ്ടുകൊണ്ട് വളരെ സസൂക്ഷ്മമായി ഇതിന്റെ ഓരോ സ്റ്റെപ്പും മാധ്യമങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ജനങ്ങളും വളരെ സൂക്ഷ്മം നിരീക്ഷിച്ചൊരു കേസാണിത്. പബ്ലിക് ഈ കേസിൽ നിസാമിന് അനുകൂലമായ നിലപാടെടുത്താൽ പബ്ലിക് എതിരാവും എന്നുകൊണ്ട് ഭരണകൂടം പിന്നീട് നിശബ്ദതയിലേക്ക് അല്ലെങ്കിൽ ഈ നിസാമിനെ സഹായിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയതാവാം എന്നാണ് ഞാൻ സംശയിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ കേസിൽ അവസാനം ലഭിച്ചിട്ടുള്ള 39 വർഷം എന്ന് പറയുന്ന ശിക്ഷ, നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച നിയമജ്ഞൻ പറഞ്ഞതുപോലെ കേരള ചരിത്രത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെയാണ്. ഇതിനും വലിയൊരു ശിക്ഷയല്ല വധശിക്ഷ, അല്ലെങ്കിൽ ജീവപര്യന്തത്തേക്കാൾ വലിയ ശിക്ഷയാണ് വധശിക്ഷ എന്നുള്ളത് തികച്ചും വൈകാരികമായ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. ഇതിനകത്ത് 3 വിഭാഗം അല്ലെങ്കിൽ 4 വിഭാഗക്കാർക്ക് ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുക. ഒന്ന്, ഇതിന്റെ 1500ഓളം പേജ് വരുന്ന കുറ്റപത്രം സമർപ്പിച്ച സർക്കിൾ ഇൻസ്പെക്ടർ ബിജുകുമാർ, അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം നമ്മൾ പരാമർശിപ്പിക്കപ്പെടാതെ പോകരുത്. പിന്നെ അഡ്വക്കേറ്റ് CP ഉദയഭാനുവിന്റെ നേതൃത്വത്തിലുള്ള അഡ്വക്കേറ്റ്സ് ഗ്രൂപ്പ്, വിധി പ്രസ്താവിച്ച KP സുധീർ, പിന്നെ ഈ കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജേക്കബ് ജോബ് എന്ന നിസാമിനെ സഹായിച്ച
കമ്മീഷണറെ മാറ്റിയിട്ട്, തൃശ്ശൂർ ജില്ലാ കമ്മീഷണറെ മാറ്റിയിട്ട് പിന്നീട് ആ സ്ഥാനത്ത് വന്ന നിശാന്തിനി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, പിന്നെ മീഡിയയും പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളുമാണ് ഈ വിധിക്ക് ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുന്നവർ. തീർച്ചയായിട്ടും വിവേക് പ്രേക്ഷകൻ ചേരുകയാണ്. വിവേക് സംസാരിച്ചോളൂ. ഞാൻ ഒമാനിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ. ഈ വിധിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു എന്ന് വെച്ചാൽ ഈ കാശുള്ളവർക്ക് മാത്രമേ ഈ ജുഡീഷ്യറിയെ വിലക്ക് വാങ്ങിക്കാം എന്ന് വിചാരിക്കുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു എന്ന് വെച്ചാൽ ഈ കാശുള്ളവർക്ക് മാത്രമേ ഈ ജുഡീഷ്യറിയെ വിലക്ക് വാങ്ങിക്കാം. വിവേക് ഒമാനിൽ നിന്നും പ്രതികരിച്ചത്. ശ്രീ തോമസ് പണിക്കർ, ഈ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ശ്രമം നടന്നുവെന്ന് കേസിൽ കോടതിയിൽ തന്നെ വാദങ്ങൾ ഉണ്ടായി. നമുക്കറിയാം, ഒന്നാം സാക്ഷി അനൂപ് തന്നെ ഇക്കാര്യം കോടതിയിൽ പറയുകയുണ്ടായി. ആദ്യം മൊഴി മാറ്റിയത് ഈ ഒരു ഭീഷണി മൂലമാണ് എന്ന്. അപ്പോൾ നമുക്കറിയാം, ഈ പ്രതിയുടെ ഒരു ആദ്യം പറഞ്ഞ പോലെ പ്രതിയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എത്രത്തോളം വലുതാണ്. അതുകൊണ്ട് ഇനിയും അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങൾ എന്നെല്ലാം ഒരു ആശങ്ക കൂടി ഉണ്ടാകും. അല്ല, ഈ ട്രയൽ കോർട്ടിൽ ഓൾറെഡി ട്രയൽ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ട്രയൽ ഈ കേസിൽ ഉണ്ടാവുക വളരെ വിരളമാണ്. ആ ട്രയലും അതിന്റെ ജസ്റ്റിഫിക്കേഷനും അതിന്റെ കൺക്ലൂഷനിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ അപ്പീൽ കോടതിക്ക് വിധി പ്രസ്താവിക്കാൻ സാധാരണഗതിയിൽ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി എല്ലാ പഴുതടച്ചുള്ള സാക്ഷിമൊഴികളും തെളിവുകളും എല്ലാം തന്നെ നിസാമിനെതിരെ പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ തന്നെ അപ്പീൽ പോയി കഴിഞ്ഞാൽ പോലും യാതൊരു നിലയിലും ഈ ജുഡീഷ്യറിയെ സ്വാധീനിക്കാനോ യാതൊരു നിലയിലും സാധിക്കില്ല. തീർച്ചയായും ശിക്ഷ നിലനിൽക്കും. അതിനകത്ത് ചില ഏറ്റക്കുറച്ചിലുകൾ മാത്രം ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. അല്ല, അത് ഓരോ ഇൻഡിവിജ്വൽ ജഡ്ജസിന്റെ ജുഡീഷ്യൽ മൈൻഡ് അനുസരിച്ചും ഈ വെറാസിറ്റി അനുസരിച്ചും മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ട്രയൽ ഓൾറെഡി കഴിയുകയും ട്രയൽ കോർട്ടിൽ എല്ലാ സാക്ഷികളുടെയും മൊഴി എടുക്കുകയും അതിന് ഇനി ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. തീർച്ചയായും അതാണ് ശ്രീ രാധാകൃഷ്ണൻ മച്ചിങ്ങൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലുണ്ട് ഈ കേസിൽ. പ്രത്യേകിച്ചും അതൊരു പൊതുജനങ്ങളുടെ ഒരു വികാരം അല്ലെങ്കിൽ അത് അത്ര കണ്ട് ഉയർത്തിപ്പിടിക്കുന്നതിനും ആ തരത്തിലേക്കൊക്കെ ഇത് വളർത്തിക്കൊണ്ടുവരാൻ മാധ്യമങ്ങൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ കേസിൽ എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. കാരണം കേരളത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇത് ആദ്യമാണ്. വൺ ഓഫ് ഇറ്റ്സ് കേസ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. റേറസ്റ്റ് ഓഫ് ദ റേറസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് കേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നൈറ്റ് ഡ്യൂട്ടിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സെക്യൂരിറ്റിക്കാരനെ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായി ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയിൽ ഇഷ്ടപ്പെടാത്ത അവിടുത്തെ ഒരു ഉടമസ്ഥൻ വന്ന് ഏത് മേഖലകളിലേക്കും ഓടിച്ചു കയറ്റുവാൻ സാധിക്കുന്ന ഒരു വാഹനം ഓടിച്ച് കയറ്റി ആ പാവപ്പെട്ട മനുഷ്യന്റെ വാരിയല് പൊട്ടിച്ച് പിന്നീട് വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി ഇത് എനിക്ക് തോന്നുന്ന സിനിമയിൽ വരെ കാണുമ്പോൾ സിനിമ കാണുന്ന ജനങ്ങൾ വളരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സീനുകളാണ് നമ്മൾ നടന്നു എന്നറിയുന്നത്. ഇത്തരത്തിലുള്ള മറ്റുള്ള പിന്നീട് ഇതിന് ശേഷവും പിന്നെ തൃശ്ശൂർ അരിമ്പൂർ, ഞാൻ ഒരു തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർ അരിമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തും ഒരു കാമുകിയുടെ അങ്ങനെ വണ്ടിയിടിച്ചെല്ലാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുവാനേ പാടില്ല. മാധ്യമങ്ങൾ ഈ മീഡിയാസ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന അവയർനെസ്, ഇപ്പൊ സുധീർ നേരത്തെ സംസാരിച്ച പോലെ മീഡിയാസ് കൊണ്ടുവരുന്ന അവയർനെസ്, പേരാമംഗലം CIയുടെ ഉത്തരവാദിത്തപരമായിട്ടുള്ള കൃത്യനിർവഹണം, അതുപോലെ തന്നെ തൃശ്ശൂർ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തോടുള്ള ഒരു പെരുമാറ്റം, ഒരു റെന്യൂമറേഷനും പ്രതീക്ഷിക്കാതെ അഡ്വക്കേറ്റ് ഉദയഭാനുവിന്റെ കീഴിൽ മറ്റുള്ള വക്കീലന്മാരും അദ്ദേഹത്തിനെ സഹായിച്ച അദ്ദേഹത്തിന്റെ ക്ലർക്ക് ജോബിലുള്ള ആളുകളും എല്ലാം ചെയ്തിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം, ഇതെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മാധ്യമങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങളിലൂടെ
ജനങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ഓരോരുത്തരും, ഇപ്പൊ ഞാനും നിങ്ങളും ഇത് കേൾക്കുന്ന എല്ലാവരും, ഇത് വായിച്ചറിയുന്ന എല്ലാവരും, ഇന്ന് എല്ലാവരും ഈ വിധി എന്തായിരിക്കുമെന്ന് അറിയുവാൻ ബഹുഭൂരിഭാഗം വരുന്ന കേരളത്തിലെ ജനതയും കാതോർപ്പിച്ച് ടിവിയും തുറന്നു വെച്ച് അല്ലെങ്കിൽ റേഡിയോ തുറന്നു വെച്ച് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നിരുന്നു. കാരണം കേരളത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇത് ആദ്യമായിരുന്നു. ഇപ്പൊ ഇത്തരത്തിലുള്ളൊരു സംഭവം തന്നെയാണ് സുധീർ. ഞാൻ വീണ്ടും സുധീറിനെ റെഫർ ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ സുധീർ ഇത് ആദ്യം സംസാരിച്ചു സൽമാൻ ഖാന്റെ ഇഷ്യൂ. ഇത് തന്നെയാണ് അവിടെ നടന്നത്. പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള വിധി വന്നില്ല. അത് നമുക്കൊരു ആശ്ചര്യമാണ്. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അവിടെ കിടക്കട്ടെ. ഇവിടെ നമ്മുടെ കേരളത്തിലെ ജുഡീഷ്യറിക്ക് ഇത്തരത്തിലുള്ള ഒരു വിധി പ്രഖ്യാപിക്കുവാൻ സാധിച്ചിരിക്കുന്നു. മേൽക്കോടതിയിലേക്ക് പോയാലും ഇതിൽ നിന്ന് ഒരു മാറ്റം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ശ്രീ സുധീർ കുമിൽ അവസാനമായി പറഞ്ഞുകൊണ്ട് മേൽക്കോടതികളിൽ പോയാലും ചില ഏറ്റക്കുറച്ചിലുകൾ വരും എങ്കിൽ കൂടി ഒരു വലിയ മാറ്റം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച നിയമവിദഗ്ധൻ ശ്രീ തോമസ് പണിക്കർ കൂടി സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കുക. ഇപ്പോൾ താങ്കൾ തന്നെ ആദ്യം പറഞ്ഞതുപോലെ വധശിക്ഷയേക്കാൾ ഭയാനകമാണ്, അല്ലെങ്കിൽ വധശിക്ഷയേക്കാൾ കടുത്ത ശിക്ഷയാണ് കേരളത്തിൽ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഇത്. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ കൂടി ഒരു മാതൃകാപരമായ ശിക്ഷാവിധി ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു എന്നുകൂടി വിലയിരുത്താമോ? തീർച്ചയായും. പക്ഷേ ഇത് കുറ്റകൃത്യങ്ങൾ പലപ്പോഴും സാമൂഹ്യ സാഹചര്യങ്ങളുടെ കൂടി സൃഷ്ടിയാണ്. ഈ ഒരു കേസിൽ നിസാമിന് ശക്തമായ കഠിനമായ ശിക്ഷ കിട്ടി എന്നുള്ളത് കൊണ്ട് ഇത്തരം കൊലപാതകങ്ങളോ കുറ്റകൃത്യങ്ങളോ കേരളത്തിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാവും എന്നുള്ളൊരു മുൻവിധിയോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളെ. പക്ഷെ അതിന് സമൂഹം ഉണർന്നിരിക്കണം, ഭരണ സംവിധാനം ജാഗരൂകമാകണം എന്നുള്ളതാണ്. അഴിമതിക്കും സ്വാധീനത്തിനും വശംവരുതരാകാതെ പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്നൊരവസ്ഥ വന്നാൽ കുറ്റകൃത്യങ്ങളുടെ അളവ് കുറഞ്ഞു വരും എന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. മറ്റൊരു കാര്യം കൂടി അതിനകത്ത് സൂചിപ്പിച്ചതിന് അവസാനിപ്പിക്കും. ഒന്ന്, ഇതിൽ ആ സർക്കാർ ഇടപെടലിനെ കുറിച്ച് നിങ്ങൾ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ കുറിച്ച് പറയണ്ട. ഇതിനകത്ത് ഈ ചന്ദ്രബോസിന്റെ വൈഫ് ജമന്തിക്ക് കഴിഞ്ഞ ചന്ദ്രബോസ് കൊല്ലപ്പെട്ട സമയത്താണ് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഈ കേസിന്റെ വിധി വരുന്ന ഈ ഒരു സമയത്താണ് അവരത് ഓർക്കുകയും വീണ്ടും ജോലി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തത്. ഇതൊക്കെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ഒരു വീഴ്ചയാണ്. മറ്റൊന്നുകൂടി കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരാമർശിക്കേണ്ടത്, ഒന്ന്, ഈ കേസിന്റെ വളരെ കുറഞ്ഞ സമയത്തുള്ളിൽ ഈ കേസ് സംഭവം നടന്ന് 1 വർഷത്തിനുള്ളിൽ ഇതിന്റെ വിധി വന്നിരിക്കുന്നു. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ജുഡീഷ്യറിക്കെതിരെ എപ്പോഴും ഉയരുന്നൊരു ആക്ഷേപം വർഷങ്ങളല്ല, പതിറ്റാണ്ടുകൾ കേസ് നീണ്ടുപോകുന്നതാണ്. അപ്പൊ സൽമാൻ ഖാൻ നേരത്തെ പരാമർശിച്ച സൽമാൻ ഖാന്റെ കേസ് പോലും 13 വർഷം നീണ്ടുപോയിരിക്കുന്നു. വർഷങ്ങൾ നീണ്ടുപോയി. ഡിനൈഡ് ജസ്റ്റിസ് എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഈ കാലപ്പഴക്കം വരുന്നതോടുകൂടി കേസിന്റെ ഒരു തീവ്രത, തെളിവുകൾ നശിപ്പിക്കപ്പെടുക, അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പരാതി കൂടി, ആ ഒരു ആക്ഷേപം കൂടി ജുഡീഷ്യറി പരിഹരിച്ചിരിക്കുന്നു. 79 ദിവസങ്ങളുടെ സിറ്റിംഗോട് കൂടിയാണ് ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. അതും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഇത്തരമൊരു കഠിനമായ ശിക്ഷ നിസാമിനെ പോലെ ക്രൂരനായ സാമ്പത്തിക ശേഷി കൊണ്ട് എന്തും ചെയ്യാമെന്ന രൂപത്തിൽ ഒരു കുറ്റകൃത്യം നടത്തിയവർക്ക് ലഭിച്ചിട്ടുള്ളത് മലയാളികളായിട്ടുള്ള ഓരോരുത്തരെയും ആഹ്ലാദിപ്പിക്കുന്നതാണ്, സന്തോഷിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും. ശ്രീ സുധീർ കുമിൽ, ശ്രീ രാധാകൃഷ്ണൻ മച്ചിങ്ങൽ, ശ്രീ തോമസ് പണിക്കർ, ഏവർക്കും ഒപ്പം വിളിച്ച പ്രേക്ഷകർക്കും ഇടവേളയ്ക്ക് ശേഷം സൗദി റിപ്പോർട്ടർ കാണാം.